ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഒന്നും പറയണ്ട. ഇത് ഞങ്ങൾ ആദ്യത്തെ വ്ളോഗാണ്, ഒരു സൺഡേ വ്ളോഗാണ്. ഈ സൺഡേ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ എടുത്തൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോസാണ്. അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ വീട്ടിലേക്ക് ചിന്നീച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിന്നീച്ചി വരുന്നുണ്ട് സൺഡേ, ഒന്ന് കൂട്ടാൻ വരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെ ഇവരെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചിന്നീച്ചിനെ വിളിച്ച സമയത്തുണ്ട് വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളുണ്ട് ഓടി വരുന്നത്. അപ്പം നോക്കി അമ്രു ആണ് വരുന്നത്. പിന്നെ അമ്രു വേഗം വണ്ടി കയറിയിരുന്ന ആൾക്കറിയാം എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന്, ഒക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ അമ്രു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സാൻവ്യ ഉണ്ട് പാഴും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് സാൻവ്യ, ഇതാണ് അമ്രു. പിന്നെ അമ്രുവിനോട് ഞാൻ ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ, നീ വെൽക്കം ടു ആ ചാനൽ അങ്ങനെയൊക്കെ പറയും, നീ നോക്കട്ടെ നിനക്ക് യൂട്യൂബ് ചാനലിൽ പറയാൻ അറിയുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആള് കുറച്ച് ഷൈ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നീ ഇങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറവായും കൊണ്ട് സംസാരിക്കാം. ഇപ്പം ക്യാമറ ഇല്ലെങ്കിൽ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരു എൻ്റെ സ്വന്തം ഈ മിററിലൊക്കെ നോക്കിയിട്ട് ഒറ്റക്ക് പറയുന്നത് കേൾക്കാം. പിന്നെ ഇതാണ് കേട്ടോ ചിന്നീച്ചി, ഇതിലെ ഒരു അമ്മ ചിന്നീച്ചിയാണ്. അപ്പോൾ ചിന്നീച്ചിനെ കൂട്ടിയിട്ട് ഞങ്ങൾ 4 ആളും കൂടിയും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ സാൻവ്യ അമ്രു, അപ്പം ഞാൻ ആദ്യമായിട്ടാണ് 4 ആൾക്കാരെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്നാലും ചിന്നീച്ചി അറിഞ്ഞ് ഇങ്ങനെയാണ് ഈ പഠിക്കേണ്ടത്. ആദ്യം ഞാൻ ആരും ബാക്കിൽ വെക്കൂലായിരുന്നു, ഞാൻ ഒറ്റക്ക് പോകാന്നല്ലാതെ ഞാൻ ആരും, എനിക്ക് പേടിയാണ്, പ്രത്യേകിച്ചിട്ട് മക്കളെ വെക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ചിന്നീച്ചി അറിഞ്ഞ് ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ സാൻവിയനെയൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ചിന്നീച്ചിൻ്റെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ അങ്ങനെ കയറി. അപ്പം ഞാൻ ചിന്നീച്ചി പറഞ്ഞ് അയ്യോ അക്കു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അകത്തേക്ക് അടുക്കളയിലേക്ക് കയറി നോക്കിയപ്പോൾ ഉണ്ട് മമതേച്ചി ബിരിയാണിക്ക് ഇടേണ്ട മസാലയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്ച്ചോറ് ചിന്നീച്ചിയും പിന്നെ ഗ്രേവി മമതേച്ചിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് ചിന്നീച്ചി. അപ്പം ചിന്നീച്ചി ഇങ്ങനെ പറയാണ് ഞാൻ ചാനലിൽ എങ്ങനെയാണ് സംസാരിക്കുക, പിന്നെ എന്തൊക്കെയാ പറയേണ്ടതെന്നൊക്കെ. അപ്പോൾ ചിന്നീച്ചി ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അമ്മ വന്നിട്ട് എന്നോട് എന്താ പറയുക ഇത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ചിന്നീച്ചിൻ്റെ ഓടി വന്നിട്ട് എൻ്റെ ചെവിയിൽ പറയുന്നത് മിറണ്ട വാങ്ങാനിട്ടോ അക്കു, മക്കളൊന്നും കേൾക്കാതൊക്കെ വേണ്ടി പറഞ്ഞതാണ് മിറണ്ട വാങ്ങണം. അങ്ങനെ പോയി മിറണ്ടയൊക്കെ വാങ്ങിച്ച് വന്ന് പിന്നെ മക്കളെ കൂടെ ഇരുന്നൊരു കളിയായിരുന്നു. അപ്പം ഇത് പാറുവാണ് ഇങ്ങനെ കുറച്ച് ആക്റ്റീവാണ്. പാറുവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആള് പാട്ട് പാടുകയാണ്. ആള് പാട്ട് പാടും, അതുപോലെ നല്ല സംസാരിക്കും, ഡാൻസ് കളിക്കും ഒക്കെ ചെയ്യും കേട്ടോ ആള്. ഇത് എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ ഒരു മോളാണ് ഇത്. അപ്പോൾ പാറു പാടണം. പിന്നെ ഈ പ്രസംഗം കേൾക്കണേ. ബാബു കുട്ടനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് യാത്ര. വീട് കണ്ടത് കുട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ ഇതെന്താ കൊട്ടാരം പോലെയുണ്ടല്ലോ. അവർ ഗേറ്റ് തുറന്നതും ബാബു കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ ബാബുവിന്റെ വീടിനോട് ചേർന്ന് ആള് യൂത്ത് ഫെസ്റ്റിവലിൽ കഥാപ്രസംഗം ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്താണെന്നുള്ളത് കേൾപ്പിച്ച് തരികയാണ്. ചുറ്റി കണ്ട് നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി. ഒരിക്കൽ സ്കൂളിൽ ടീച്ചർ എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? കുട്ടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇതു കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.
അങ്ങനെ ആൾ നല്ലൊരു കഥാപ്രസംഗമൊക്കെ പറഞ്ഞ് നല്ല മോറലുള്ളൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ മമതീച്ചും ചിന്നീച്ചിയും അമ്മയും ഞാനൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. മക്കളിങ്ങനെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഉള്ളത് എപ്പോഴും ഇല്ല പോലെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക. അപ്പോൾ പാറുവാണ് ഡാൻസ് കളിക്കുന്നത്, അതിൻ്റെ കൂടെ അമ്പറും ഉണ്ട്. പിന്നെ എന്താ പറയുക, വേദ ഉണ്ടായിരുന്നു. വേദ പിന്നെ അവിടെ എവിടെയോ പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ സാൻവിയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ. ഇതൊക്കെ അങ്ങനെ ചെറിയ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞാൻ അത് ബാക്കിൽ കൂടെ വെള്ളം കുടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് പാറു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അങ്ങനെ ഇവർ പോകാൻ നേരത്തായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ഞാനും എൻ്റെ 3 അമ്മമാരും അതുപോലെ മക്കളും കൂടി ഒരുമിച്ചിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഡെയിലി വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.